അപ്പോൾ പാല കഴിഞ്ഞു. ഇനി അല്പം കൂടി ദൂരെ ചെങ്ങന്നൂരെത്തിയാൽ സമദൂരമായി. ജനങ്ങൾ തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടുകൂടി തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തികച്ചും ജനാധിപത്യത്തിന്റെ ഒരു വിജയമായി ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മുൻകാലങ്ങളിൽ യാഥാർത്ഥ്യബോധത്തോടെയല്ല ജനങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തിരുന്നത് എന്നും അന്നൊന്നും ജനാധിപത്യമല്ല വിജയിച്ചിരുന്നത് എന്നും മനസ്സിലായി. ആട്ടെ, എന്തോ ആവട്ടെ, ശരി ദൂരത്തിന് ഗുരു അതാ വരുന്നു. വയനാട്ടിലെ NDA സ്ഥാനാർത്ഥിയോടൊപ്പമാണ് വന്നതെങ്കിലും ആലപ്പുഴയിലാണ് വോട്ട്, അതും LDF സ്ഥാനാർത്ഥിക്ക്, ആരിഫിന്. നമ്മുടെ ആരിഫ് പാട്ടും പാടി ജയിക്കും, അതിന് ആരും സംശയം വേണ്ട. ബാക്കിയുള്ള കാര്യത്തെപ്പറ്റി ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല. വയനാട്ടിലോ? ഒന്നും അറിയാൻ പാടില്ല. ഞാൻ തിരക്കിട്ടില്ല. വാർത്തകൾ ഇങ്ങനെ പലതും പറയുന്നുണ്ട്. ഈ വാർത്തകളെല്ലാം കണ്ട് അത് വെച്ച് അസസ് ചെയ്യാൻ ഇന്ന് ആരിഫ് തോറ്റിരിക്കുന്നു എന്ന് മൈനസിലാണെന്ന് ഞാനൊരു ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നതാണുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചാനലിൻ്റെ റിപ്പോർട്ട് അതിൻ്റെ പറച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരഭിപ്രായം പറയുന്നത് ശരിയല്ല. സ്വന്തം നിലയ്ക്ക് പറഞ്ഞാൽ രാഹുൽ വിജയിക്കും, അതുറപ്പാണ്. രാഹുൽ ഗാന്ധി ജയിക്കും, സംശയമൊന്നും വേണ്ട. അതുകൊണ്ടാണല്ലോ അവിടെ നിർത്തിയത്. അവിടുത്തെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ വന്നുവെന്ന് മനസ്സിലാക്കാനായിട്ട് പാഴൂർ പണിയുന്നവർ പോകേണ്ട കാര്യമില്ല. ആ വന്നതും നിർത്തിയതും ആര് എങ്ങനെ ഏത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെപ്പറ്റി യാതൊരു സംശയവും ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെ നിർത്തിയ ശേഷം അദ്ദേഹം വിജയിച്ച ശേഷം അത് രാജിവെച്ചാലോ, അത് ഈ ജനങ്ങളോട് ചെയ്യുന്നൊരു വഞ്ചനയും. തുഷാർ അവിടെ പോയി മത്സരിക്കേണ്ടതുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ആ അഭിപ്രായം അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. തുഷാർ അവിടെ പോയി മത്സരിക്കുന്നത് ആദ്യം കൊടുത്തത് അവിടെ അല്ലല്ലോ, കൊടുത്തത് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരായിരുന്നു കുറച്ചുകൂടെ സമതല പ്രദേശത്ത് നിന്ന് വർക്ക് ചെയ്യായിരുന്നു. മറ്റിടത്ത് പറയുമ്പോൾ കുറേ കാടും മേടും ഒക്കെ കയറി ഇറങ്ങണം. അതുകൊണ്ട് രണ്ട് പാർട്ടിയിൽ നിന്ന് മത്സരിച്ചു തന്നേ ഉള്ളൂ. അതൊക്കെ അവരുടെ തീരുമാനം. അതൊക്കെ എനിക്കതിനകത്ത് ഒരു കാര്യമില്ല. വെള്ളാപ്പള്ളിക്ക് പോലും ഒരു കാര്യവുമില്ലാത്ത തുഷാറിൻ്റെ കാര്യത്തിൽ നാട്ടുകാർക്കൊരു കാര്യവും ഉണ്ടാവില്ലല്ലോ. പൊളിമിക്സിന് ഏതായാലും അതിലൊരു താല്പര്യവുമില്ല. അതിനാൽ പോവുകയാണ്. നന്ദി, നമസ്കാരം.